നമ്മുടെ ജീവിതത്തിൽ ആർക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്നതിലല്ല, അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമുണ്ടോ എന്നതിലാണ് കാര്യം. ജീവനോടെ ഇരിക്കുമ്പോൾ മരിച്ചെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ. നമുക്ക് ആഗ്രഹങ്ങൾ എന്തിനോടുമാകാം, പക്ഷെ നമുക്ക് അർഹിക്കുന്നത് മാത്രം ആഗ്രഹിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. നമ്മൾ ഒരിടത്ത് അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് പരിഗണിക്കപ്പെടും. ഒരാൾ നമ്മെ വീഴ്ത്താൻ തുനിഞ്ഞിറങ്ങുമ്പോൾ മറുവശത്ത് നമ്മളെ ചേർത്ത് എഴുന്നേൽപ്പിക്കാനും ആളുണ്ടാവും. കടന്നുപോയ ദിവസങ്ങൾ, കണ്ടുമുട്ടിയ മുഖങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, വേദനിപ്പിച്ച വാക്കുകൾ, തനിച്ചായ നിമിഷങ്ങൾ, ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ, മനസ്സ് കീഴടക്കിയ സ്നേഹം എല്ലാം പാഠങ്ങളാണ്, പഠിക്കാനും തിരിച്ചറിയാനും. നമ്മളെ മാറ്റി നിർത്തുന്നവരിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. നമ്മൾ അവർക്ക് ആരുമല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവർ നമ്മളെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും അവരുടെ പുറകെ പോയി വെറുതെ കോമാളികൾ ആവാൻ നിൽക്കരുത്. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമുക്ക് മാത്രമേ മനസ്സിലാവൂ. മറ്റൊരാൾ നമ്മുടെ വേദനകളെ മനസ്സിലാക്കുമെന്ന് കരുതി മനസ്സ് തുറക്കാതിരിക്കുന്നതാവും നല്ലത്. കാരണം നമ്മുടെ വേദനയുടെ ആഴം അവർക്ക് മനസ്സിലാവണമെന്നില്ല. ജീവിതത്തിൽ നമ്മൾ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ താങ്ങുന്ന കൈകളാണ്. നമ്മെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള വിശാല ഹൃദയവുമാണ്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പുറത്തുള്ള ആൾക്ക് തോന്നണം താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന്. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതെയാക്കിയേക്കാം. അവസാനിപ്പിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്നേഹം ഒരു വാക്കല്ല, അതൊരു അനുഭവമാണ്. മറ്റൊരാൾക്ക് പ്രതിഫലമില്ലാതെ നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല, അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കാണുക. ഭൂമിയിൽ ഒരു ഫലവും പാകമായി അല്ല ഉണ്ടാവുന്നത്. ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് അത് രൂപപ്പെടുന്നത്. അതുപോലെ ഓരോ മനുഷ്യ ജീവിതവും രൂപപ്പെടുന്നതും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നാണ്. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. ബുദ്ധിമാന്മാർ പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല പിന്മാറുന്നത്. വിഡ്ഢികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നുകിൽ അവരെ പോലെ ആകണം, അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഇത് രണ്ടും കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അവർ പിന്മാറുന്നത്. സ്വന്തം പ്രവൃത്തികളെല്ലാം ശരിയാക്കി വാദിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീർ ഉണ്ടാകും. എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല, പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും.